ഹലോ ഗേസ് ജാസ്മിൻ വ്ളോഗ് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മുന്നാൾ കാനങ്ങാട് ഹോസ്പിറ്റലിൽ പോയ വീഡിയോസ് ആണെന്നുണ്ടത്. കുറച്ച് വീഡിയോസ് എടുത്തിട്ടില്ല. ഷമീച്ചക്ക് സുഖമില്ലായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെ പോകുന്ന വീഡിയോസാണ് ഇതെല്ലാം എടുക്കുന്നത് ബാക്കിൽ. അപ്പം പോകുമ്പം വഴിയിലൊരു ബോട്ടെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അതിൽ തോണിയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തോണിയിലെല്ലാം എടുക്കുമ്പം നിൽക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് തിന്നാൻ വാങ്ങിയത് തന്നെ ഞങ്ങൾ ഇതാന്ന് കേട്ടോ. തോണി വിൽക്കുന്നവിടെ മുറുക്ക്, കപ്പ ചിപ്സ്, പിന്നെ ഒരു സ്പ്രൈറ്റും വാങ്ങി. എന്നോട് ചെറിയ അതെല്ലാം വാങ്ങിയിട്ടാണ് ഞാൻ പോയത്. നല്ല കാറ്റാടി സ്ഥലമാണ്. അപ്പോൾ ഡോക്ടർ ഇത് ടോക്കൺ എന്ന് വെച്ചാൽ അങ്ങോട്ട് എത്തണം. അപ്പം ഉച്ചയാകും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ഇതാണ്ട് ഇറങ്ങിയിട്ട് അവിടെ തന്നെ ഇല്ല അടുക്കില്ല ബീച്ചിലാണ് ഇട്ടത്. അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് മരത്തിന് മലമ കയറുന്ന വീഡിയോസെല്ലാം എടുത്തു. ഷമീർച്ച പറയുന്നുണ്ട് അങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ നല്ല, പക്ഷേ എനിക്ക് നല്ല ടെൻഷനായി ഉണ്ടായത്. ആ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പം എനിക്കും ടെൻഷൻ മാറി, ഹാപ്പിയായി. അത് നല്ല രസമുണ്ടായിന്. പക്ഷെ എൻ്റെ 2 മക്കളെയും അമ്മ കൂട്ടാറ് ഹോസ്പിറ്റലിൽ പോയതല്ലേ, വന്നപ്പാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. അവർ മുമ്പിൽ നിന്ന് തോണിയിലെല്ലാം ഇരിക്കുന്നത് കണ്ടെങ്കിൽ കരഞ്ഞോടുക്കുന്നു. അപ്പം ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ കരഞ്ഞിട്ട് ഞാൻ വേഗം കാണിക്കാതെ നിന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലും കണ്ടെങ്കിൽ പറയണ്ട, അവർ വന്നിട്ട് കുഴപ്പം ചെയ്യും. അപ്പോൾ മോനോട് ചോദിക്കുമ്പോൾ മോൻ പറഞ്ഞ ആളെ പോയി ഇവിടെ പോയി എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവരില്ലാത്ത സമയത്ത് അപ്ലോഡ് ചെയ്യാനാണ് നിന്ന് കേട്ടോ. അങ്ങനെ ഇന്ന് ചെയ്യുന്നത്. അങ്ങനെ മരത്തിൻ്റെ വീട്ടിലെ നടന്ന് വരുന്നുണ്ട്. ഈ ഡ്രസ്സ് എന്താ എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ ചങ്ങായിനോട് വാങ്ങിയതാണ് കേട്ടോ. നീലേശ്വരം എൻ്റെ ചങ്ങായിനോട് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഞാൻ ഇടുന്ന ഡ്രസ്സെല്ലാം അവളോട് വാങ്ങിയാണ് കേട്ടോ. നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണെല്ലാം. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടലുണ്ട് അവളോട് വാങ്ങിയതെല്ലാം. എല്ലാം ഇപ്പം മാത്രം 6 അവിടെ വാങ്ങി. 6 നല്ല കംഫർട്ടബിളായിട്ട്. അങ്ങനെ മരത്തിന് ഊനാല കെട്ടിയുണ്ടായിന്. എന്നോട് പറഞ്ഞു ഊനാല ആടിക്കൊന്ന്. പക്ഷെ എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം ആടിയല്ലാതെ ഇപ്പോൾ ആടി ആ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ടയറിൽ ആക്കിയിട്ടാണില്ല കേട്ടോ. ഇരിക്കുമ്പോൾ എന്തോ പോലെയുണ്ട്. എന്നാലും നല്ല രസമുണ്ടായിന്. ഞാനും അങ്ങനെ ആസ്വദിച്ചു. കിട്ടിയ ചാൻസ് കളയണ്ടല്ലോ പറഞ്ഞിട്ട്. എന്നിട്ട് ഫുള്ള് എന്നോട് പറഞ്ഞ ആടെല്ലാം നടന്നിട്ട് വാങ്ങെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നടന്നിട്ടെല്ലാം കാലും കൈയെല്ലാം നിവർത്തി. എന്താ വെച്ചാൽ കാനങ്ങാടൊക്കെ എത്തണമെങ്കിൽ മണിക്കൂർ ഒന്ന് വേണ്ട ഇവിടുന്ന്. 1.5 മണിക്കൂർ എന്തായിട്ടും വേണം. 1.5 മണിക്കൂറിനധികം വേണം. അങ്ങനെ നടന്നിട്ടെല്ലാം വരുന്ന വീഡിയോസെല്ലാം എടുത്ത് ഇതാക്കിയിട്ടെല്ലാം വരുന്ന വീഡിയോസാണ്. നല്ല രസമുണ്ട്. അന്ന് നല്ല ഹാപ്പി ആയിട്ട് തന്നെ വന്നു. പിന്നെന്ന് വിചാരിച്ചാൽ എന്താ, അപ്പം വീഡിയോ എല്ലാവരും ഇതുവരെ ഇഷ്ടപ്പെട്ട സബ് ചെയ്യാത്തവരായെങ്കിൽ സബ് ചെയ്യണം, ലൈക്ക് അടിക്കും, ഷെയർ ചെയ്യലും വേണം കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് ഉന്നാലിരിക്കാൻ പിന്നെയും ആശ. അങ്ങനെ ആടി 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 അവരിതായി. അപ്പം ഷമീർച്ച പറയണം കുഞ്ഞിനെ ഇരുത്താതെ നീ ഇരിക്കുന്നതിന്, കുഞ്ഞിനെ ഇരുത്തുക പറയുന്നുണ്ട്. ഞാൻ പറയും കുഞ്ഞിക്ക് വേറെ ഊഞ്ഞാലുണ്ട്, എനിക്ക് ഇവിടെ വേറെയുണ്ട് എന്ന്. അങ്ങനെ തോണിയിൽ ഫോൺ വന്നത് തന്നെ കേട്ടാ. തോണിയിരിക്കുമ്പോൾ ഫോൺ വന്നിന് ഫോണിൽ സംസാരിക്കുന്നിടക്ക് തന്നെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ എടുക്ക വരണം. ഓന് ഭയങ്കര തോണിയിൽ ഭയങ്കര ഇഷ്ടമാണ് കയറാൻ. എൻ്റെ 2 മക്കൾക്കും മൂത്ത 2 മക്കൾക്കും ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കടലെല്ലാം കാണുമ്പോൾ എന്തെല്ലോ കളിക്കലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവരെയും കൊണ്ട് പോകണം എന്ന് പറഞ്ഞു ഷമീർച്ച. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിലെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായിട്ടും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യം വന്നില്ലെങ്കിൽ 22 ഞങ്ങൾ വയനാട്ടിൽ പോകാൻ നിന്നതാണ്. പക്ഷേ സാഹചര്യമെല്ലാം മാറിപ്പോയി. ഇങ്ങനത്തെ അസുഖമായതുകൊണ്ട് അപ്പം പോകും ഇൻഷാ അല്ലാഹ് പോവാറിട്ട് എല്ലാവരും നിൽക്കുന്നു. എനിക്കെല്ലാം തോണിയിലിരിക്കാൻ ഭയങ്കര പേടി. നിർത്തിയിട്ടൊക്കെ തോണിയാണ് കേട്ടോ. അത് നിർത്തിയിട്ട തോണി സൈഡിൽ വെച്ചതിലായിരുന്നേ ഉള്ളൂ ഞാൻ. അപ്പം ഒരു സീൻ കിട്ടിട്ട് പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടലിലേക്കെല്ലാം പോകാൻ, ബീച്ചിലേക്കെല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കടൽ കാണാൻ വരില്ല, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ എടുത്ത ഇതാണ് കേട്ടോ. പക്ഷെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ എടുക്കല്ല, ഞാൻ ഫോൺ വിളിച്ച് കൈയ്യട്ട് എന്ന് പറയുമ്പോൾ അത് നല്ലൊരു സീനായിട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ കളയാതെ കേട്ടോ. നമ്മൾ ഗ്ലാമറില്ല മാത്രമേ നോക്കും. അപ്പോൾ നല്ല കാണാൻ നല്ല മൊഞ്ച് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ.